Windows 10 Microsoft Edge Browser Part 4. നമ്മൾ ആദ്യം തന്നെ 3 വീഡിയോയിൽ എഡ്ജ് ബ്രൗസറിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ എഡ്ജ് ബ്രൗസറിൽ തന്നെ PDF ഫയലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ PDF ഫയലിനെ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ അഡോബ് റീഡർ അങ്ങനെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് വേണം PDF ഫയലിനെ ഓപ്പൺ ചെയ്യാൻ. പക്ഷേ ലേറ്റസ്റ്റായിട്ട് വരുന്ന ബ്രൗസറിലൊക്കെ PDF ഫയലിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ഈ PDF ഫയലിനെ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ ഈ ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് എഡ്ജിനെ നമ്മൾ സെലക്ട് ചെയ്താൽ എഡ്ജ് ബ്രൗസറിൽ തന്നെ നമുക്ക് PDF ഓപ്പൺ ആവും. നിങ്ങൾ മൗസിൽ വീലിന് ഫോർവേഡ് സ്ക്രോൾ ചെയ്താൽ പേജ് ഫോർവേഡ് പോവും. അത് തന്നെ റിവേഴ്സ് സ്ക്രോൾ ചെയ്താൽ പേജ് ബാക്കിലോട്ട് വരും. അങ്ങനെ അല്ലെങ്കിൽ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ആരോ തന്നിട്ടുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തിട്ടും PDF ഫയലിൽ നിങ്ങൾക്ക് പേജിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നർത്ഥം. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരു ഡോക്എക്സ് ഫയലിനെ ക്രിയേറ്റ് ചെയ്താൽ മൈക്രോസോഫ്റ്റിൻ്റെ MS ഓഫീസിൽ മാത്രമേ ആ ഫയലിനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലും ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ ആ ആപ്ലിക്കേഷനിൽ മാത്രമേ നോർമലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്താൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഈ ഫയലിന് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഒരു PDF ഫയലിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ കരുതിയാൽ അഡോബിൻ്റെ PDF റൈറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ PDF ഫയലിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു PDF ഫയലിന് നിങ്ങൾക്ക് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ഇവിടെയുള്ള ഈ ടെക്സ്റ്റ് ഫയലിന് നമ്മൾ വേർഡ് പാഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ വേർഡ് പാഡിൽ ഈ ഫയൽ മെനുവിനെ ക്ലിക്ക് ചെയ്താൽ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്രിൻറ്റിന് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മൈക്രോസോഫ്റ്റ് പ്രിൻറ്റ് ടു PDF എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വിൻഡോസ് 10 അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിന് നിങ്ങൾക്ക് തന്നെ ഒരു PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിന് സെലക്ട് ചെയ്തിട്ട് താഴെ പ്രിൻറ്റിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ തന്നെ CCNA എന്ന് നെയിം തന്നിട്ട് താഴെ സേവിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ക്ലോസ് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് CCNA PDF ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ ഫയലിൻ്റെ പ്രോപ്പർട്ടീനെ ചേർന്ന് നോക്കിയാൽ അവിടെ PDF എന്നുണ്ട്. PDF ഫയലിന് എഡ്ജിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ നോക്കിക്കഴിഞ്ഞു. ഇതേ PDF ഫയലിന് നിങ്ങൾക്ക് ക്രോമിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതേ ഫയലിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ക്രോമിനെ സെലക്ട് ചെയ്താൽ ക്രോം ബ്രൗസറിലും ഈ PDF ഫയലിനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ഇതല്ലാതെ വിൻഡോസ് 10 എഡ്ജിൽ അവർ തന്നിട്ടുള്ള ഇനി ഒരു ഓപ്ഷൻ എന്തെന്നാൽ എഡ്ജിൽ തന്നെ നിങ്ങൾക്ക് EPUB ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ EPUB ഫോർമാറ്റിൽ കുറേ ബുക്കൊക്കെ ഉണ്ടാവും. ആദ്യമേ നമ്മൾ EPUBനെ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ EPUB റീഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വിൻഡോസ് 10 ഈ EPUBനെ എഡ്ജ് ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഈ EPUB ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് എഡ്ജിനെ സെലക്ട് ചെയ്താൽ നമുക്ക് എഡ്ജിൽ തന്നെ EPUB ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് പോകാൻ പറ്റും. EPUBനെ എഡ്ജിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ക്രോമിലൊക്കെ EPUBനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഇതേ ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്തിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്രോമിന് സെലക്ട് ചെയ്താൽ നമുക്ക് ഫയൽ ഓപ്പൺ ആവില്ല. താഴെ നോക്കിയാൽ ഫയലിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫയൽ നമുക്ക് ബ്രൗസറിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടില്ല. EPUB ബുക്കൊക്കെ റീഡ് ചെയ്യാൻ നിങ്ങൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒന്നും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എഡ്ജിൽ തന്നെ അതിനെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻ്റർനെറ്റിനെ ബ്രൗസ് ചെയ്യാൻ ബ്രൗസറാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഈ ബ്രൗസറിൽ ഷോർട്ട് കട്ടൊക്കെ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എഡ്ജ് ബ്രൗസറിലുള്ള ഷോർട്ട് കട്ടൊക്കെ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ 2 ടാബിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു ടാബിനെ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ ഈ പ്ലസ് സിമ്പിളിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ടാബിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ കീബോർഡിൽ തന്നെ Ctrl+T പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ടാബ് ഓപ്പൺ ആവും. നമ്മൾ ആദ്യം തന്നെ ബ്രൗസറിൽ 2-3 ഫയലിനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
എന്തൊക്കെ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഫയലാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാൻ പറ്റും. ഈ റിമൂവിനെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ലിസ്റ്റിൽ നിന്ന് ഈ ഫയൽ റിമൂവ് ആവും. ഈ ഫയലിനെ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റിമൂവിനെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ നിങ്ങൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡൗൺലോഡ് ഫോൾഡറിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ റിമൂവിനെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഈ ഇൻഫർമേഷൻ മാത്രമേ റിമൂവ് ആവുള്ളൂ. ഇത് തന്നെ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ റിമൂവിൻ്റെ പകരം ക്യാൻസൽ എന്നാണ് ഓപ്ഷൻ ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. ഈ എഡ്ജ് ബ്രൗസറിൽ നിങ്ങൾ ഒരു ഫയലിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡിന് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുവരെ ഡൗൺലോഡ് ചെയ്ത ഇൻഫർമേഷനൊക്കെ ബ്രൗസറിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് കരുതിയാൽ ഈ ക്ലിയർ ഓളിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഡൗൺലോഡ് ചെയ്ത ഇൻഫർമേഷൻ മുഴുവനും ബ്രൗസറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് പേജിനെ ഓപ്പൺ ചെയ്യാൻ Ctrl+J എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഈ കീയിനെ പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് പേജ് ഓപ്പൺ ആവും. ഈ പേജിനെ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറമേ ക്ലിക്ക് ചെയ്താൽ ഈ ഡൗൺലോഡ് ഇൻഫർമേഷൻ ക്ലോസ് ആവും. നമ്മൾ MSN ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളതൊക്കെ വെബ് പേജിൻ്റെ ലിങ്കാണ്. ഒരു എക്സാമ്പിളിന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിനെ സെലക്ട് ചെയ്താൽ ഈ പേജ് പുതിയ ടാബിൽ നമുക്ക് ഓപ്പൺ ആവും. ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ന്യൂ ടാബിനെ സെലക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ കൺട്രോളിന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു പുതിയ ടാബിൽ ഈ പേജ് ഓപ്പൺ ആവും. ഒരു പുതിയ ടാബിൽ ഈ പേജ് ഓപ്പൺ ആയാൽ പോലും നിങ്ങളുടെ ഫോക്കസ് പഴയ ടാബിൽ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ഇൻഫർമേഷൻ ഓപ്പൺ ആവും. നമ്മൾ കൺട്രോളിനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയ ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ വർക്ക് ചെയ്ത ടാബിൽ തന്നെയാണുള്ളത്. ഇതിന് ക്ലോസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ടാബിൽ ഇത് ഓപ്പൺ ആവും. നമ്മളുടെ ഫോക്കസും ഈ പുതിയ ടാബിലേക്ക് പൊക്കളയും. നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയ ടാബിലേക്ക് വന്നു കഴിഞ്ഞു. ആദ്യമേ നമ്മൾ ഈ ടാബിലാണ് ഉണ്ടായത്. നമ്മളുടെ ഫോക്കസ് ഓപ്പൺ ചെയ്ത് പുതിയ ടാബിലേക്ക് ചെന്ന് കഴിഞ്ഞു. നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് 2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ വെബ് പേജിനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതേ വെബ് പേജിന് ഇനി ഒരു ടാബിലും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യണം എന്ന് കരുതിയാൽ Ctrl+K നമ്മൾ പ്രസ് ചെയ്താൽ നമ്മൾ ഏത് ടാബിൽ ഫോക്കസിലുണ്ടോ അതേ ടാബ് നിങ്ങൾക്ക് അടുത്ത് പുതിയതായിട്ട് ഓപ്പൺ ആവും. നമ്മളിപ്പോൾ Ctrl+K പ്രസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ ഉണ്ടായ അതേ വെബ് പേജ് അടുത്ത ടാബിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കിയാൽ നമ്മൾ വിക്കിപീഡിയാവിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരേ ടാബിന് 2 പേജിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ നോക്കും. ഇപ്പോൾ നമ്മൾ Ctrl+K പ്രസ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഇതേ വിക്കിപീഡിയ ഇനി ഒരു ടാബിലും കൂടി ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ വേറെ ഒരു ലിങ്കിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വിക്കിപീഡിയയിൽ തന്നെ 2 ലിങ്കിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്കിലുള്ള കാര്യവും നോക്കണം. അടുത്തുള്ള ലിങ്കിലുള്ള കാര്യത്തിന് കമ്പയർ ചെയ്ത് നോക്കണം എന്ന് കരുതിയാൽ നിങ്ങൾ ഓഫ് സ്ക്രീനിൽ ഈ ഇൻഫർമേഷനെ ഓപ്പൺ ചെയ്യണം. ഇനി ഒരു ഓഫ് സ്ക്രീനിൽ അടുത്ത ഇൻഫർമേഷനെ ഓപ്പൺ ചെയ്യണം. അതുപോലെ ഒരേ സമയത്ത് 2 ഇൻഫർമേഷനെ കമ്പയർ ചെയ്യണം എന്ന് കരുതിയാൽ ആദ്യം ഈ സ്ക്രീനിനെ ഓഫ് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. ഈ ടാബിന് ഇനി ഒരു ഓഫ് സ്ക്രീനിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടാബിനെ താഴെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഓഫ് സ്ക്രീനിൽ ആ ടാബ് തനിച്ച് ഒരു വിൻഡോയിൽ ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് 2 പേജും കമ്പയർ ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ഒരു ടാബിനെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡ്രാഗ് ചെയ്താൽ അത് സെപ്പറേറ്റ് വിൻഡോയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. നമുക്ക് ഇതുപോലെ 2 വിൻഡോ ആവശ്യമില്ല. ഒരേ വിൻഡോവിൻ്റെ അകത്ത് ഈ പേജും ആഡ് ചെയ്യണം എന്ന് നമ്മൾ കരുതിയാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡ്രാഗ് ചെയ്തിട്ട് ഇതേ വിൻഡോയിൽ അകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പേജും ഈ വിൻഡോവിൻ്റെ അകത്ത് വന്നളയും. ഒരു ടാബിനെ ക്ലോസ് ചെയ്യണം എന്ന് കരുതിയാൽ ഈ എക്സ് സിമ്പിളിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ടാബിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ Ctrl+W നിങ്ങൾ പ്രസ് ചെയ്താൽ ഏത് ടാബിൽ നിങ്ങൾ ഫോക്കസിലുണ്ടോ
ആ ടാബ് നിങ്ങൾക്ക് ക്ലോസ് ആവും. നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ കുറേ ടാബിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടാബിൻ്റെ അകത്ത് എന്ത് ഇൻഫർമേഷനാണുള്ളത് എന്നുള്ള കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ടാബിനും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൗസിനെ ഇവിടെ പ്ലേസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ കാണിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള പേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കുറേ വെബ്സൈറ്റിനെ എഡ്ജിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ടാബിനെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ കുറച്ച് ടാബ് ഹൈഡാവും. ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ സിമ്പിൾ കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹൈഡായിട്ടുള്ള ഫസ്റ്റ് ടാബിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ടാബിനെ നോക്കുമ്പോൾ വലത്തെ ഭാഗത്ത് കുറച്ച് ടാബ് അകത്ത് ഹൈഡായിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് ടാബ് എന്താണ് എന്നുള്ള കാര്യം നോക്കാൻ പറ്റും. ഇത് തന്നെ കീബോർഡിൽ നോക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ടാബിന് നിങ്ങൾ പ്രസ് ചെയ്താൽ ആദ്യത്തെ ടാബിലേക്ക് വന്നളയും. ഇത് തന്നെ കൺട്രോൾ ഷിഫ്റ്റ് ടാബിന് നിങ്ങൾ പ്രസ് ചെയ്താൽ അവസാനത്തെ ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. നമ്മൾ ഒരു 4-5 ടാബിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ടാബൊക്കെ ക്ലോസ് ചെയ്യണം എന്ന് കരുതിയിട്ട് ഇവിടെ ടാബൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ടാബിനെ അറിയാതെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് നമുക്ക് ഒരിക്കൽ കൂടി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് അതിനെടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററിനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്ലോസ് ചെയ്ത ടാബിൻ്റെ ഇൻഫർമേഷനൊക്കെ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ടാബിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയാതെ ക്ലോസ് ചെയ്ത ടാബിന് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഈ ടാബ് ഇമ്പോർട്ടൻ്റായ ഒരു ടാബാണ്. നമ്മൾ അറിയാതെ ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് ഓപ്പണിലുള്ള ഒരു ടാബിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റീ ഓപ്പൺ ക്ലോസ്ഡ് ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിന് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ അവസാനം ക്ലോസ് ചെയ്ത ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ക്ലോസ്ഡ് ടാബിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പ് ക്ലോസ് ചെയ്ത എല്ലാ ടാബും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ആദ്യമേ നോക്കിയിട്ടുണ്ട്. ഇതേ വെബ് പേജിന് ഇനി ഒരു ടാബിൽ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ വെബ് പേജിന് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ടാബിന് തനിച്ച് ഒരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്പൺ ഇൻ ന്യൂ വിൻഡോവിനെ ക്ലിക്ക് ചെയ്താൽ ഈ ടാബ് നമുക്ക് തനിച്ച് ഒരു വിൻഡോയിൽ ഓപ്പൺ ആവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഡ്ജിനെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.